രാഷ്ട്രീയ കേരളവും അതുപോലെ തന്നെ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളും ഇടതുപക്ഷവും ഏറെക്കുറെ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് ആരാണെന്നൊക്കെ. ഈ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഉറപ്പിച്ചൊരു പോയിന്റ് എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത് UDF ആയിരിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞ് UDF ആണ് ഭരണത്തിൽ വരിക എന്ന്. അപ്പോൾ കോൺഗ്രസിൽ പോലും ഇല്ലാത്ത കൂട്ടയടി നടക്കുന്നത് ഇതിന് പുറത്താണ്. ഇപ്പോൾ UDF ഇല്ലാത്ത കൂട്ടയടി നടക്കുന്നത് ഇതിന് പുറത്താണ്. എല്ലാവരും തമ്മിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ഇവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത്. അപ്പോൾ പല നേതാക്കളും ഇതിനെ ചൊല്ലി പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ VD സതീശനാണെങ്കിൽ പറയുന്നത് 100 സീറ്റിലധികം നേടി വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ മത്സര രംഗത്തേക്ക് ഇല്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ ഒരു നയം എന്ന് പറയുന്നത് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ വിജയസാധ്യതയുള്ള വ്യക്തികളെ 100% ഉറപ്പുള്ള വ്യക്തികളെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ CPM നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ UDFന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ യോഗ്യതയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ എല്ലാ രംഗത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ എല്ലാ നേതാക്കൾക്കും സാധ്യതയുണ്ട്. KC വേണുഗോപാൽ മത്സരിക്കണം, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹം അതിന് സമ്മതം മൂളും. ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത അത്രത്തോളം വലുതാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിലൊട്ടാകെയും പല കാര്യങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ലോക്സഭയിൽ സംസാരിച്ചിട്ടുള്ളതും കേരള ജനതയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടു. ഇപ്പോ എനിക്കൊന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം കപ്പ ഇളക്കിയതും തൊഴിലുറപ്പ് സ്ത്രീകൾക്കൊപ്പം കപ്പ കഴിച്ചതും ഒക്കെ ആണെങ്കിലും അദ്ദേഹം ഇതിനു വേണ്ടി സംസാരിച്ചിട്ടുള്ളത് പല കാര്യങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കപ്പ ഇളക്കിയ സംഭവം ഭയങ്കര ട്രോളായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സംസാരിച്ചത് മാറുന്ന വിലക്കയറ്റത്തെ കുറിച്ചാണ്, മാറുന്ന വിലവിവര പട്ടികയെ കുറിച്ചാണ്. പാചകവാതകത്തിന് വില കൂടുന്നു, അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്, കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും മേഘ പറഞ്ഞതിൽ നിന്ന് എടുത്തു പറയേണ്ട 1-2 പോയിന്റുകളുണ്ട്. അതായത് സംഘടനാ തലത്തിലെ ഏകോപനം അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. ഒരു കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം മുതൽ വരെയുള്ള DCC അല്ലെങ്കിൽ എല്ലാ കോൺഗ്രസ് ഘടകത്തെ ആകപ്പാട് നിയന്ത്രിക്കുന്ന, അതായത് ഇവിടെ ഏറ്റവും വലിയ നീറുന്ന പ്രശ്നം ഉണ്ടായിട്ട് ആ നീറുന്ന പ്രശ്നവുമായി ഡൽഹിയിലേക്ക് കോൺഗ്രസ്സിലെ നീറുന്ന പ്രശ്നവുമായി ചെല്ലുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ളൊരു മികവ് KC വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് മികവുണ്ട്. അതെ, ഇപ്പൊ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ പട്ടികയിൽ അദ്ദേഹം കർക്കശമായ നിലപാട് എടുത്തിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ തന്നെ നമ്മുടെ സണ്ണി ജോസഫ് സാറും ഇതുപോലെ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഇവരെല്ലാം കൃത്യമായി സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരും തന്നെ കൈകടത്താൻ പാടില്ല, പാർട്ടിയിൽ കൂട്ടയടി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം ആദ്യമേ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയിലുള്ള പ്രവർത്തകർ അതുപോലെ അനുസരിച്ചിട്ടുമുണ്ട്. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ CPM പ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി നടക്കാൻ പോകുന്ന UDFലെ കൂട്ടയടി ാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല. ഇതെല്ലാം ഈ പറഞ്ഞ നേതൃത്വത്തിന് നേതൃ മികവ് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് കേവലം കേരളത്തിന്റെ മാത്രം ചുമതലയല്ല, ഓൾ ഇന്ത്യ പാർട്ടിയുടെ ചുമതലയാണ്. അദ്ദേഹം വന്ന ശേഷം കർണാടകത്തിൽ ഭരണം മാറി, കോൺഗ്രസ് ഭരണത്തിലേക്ക് BJP മാറി വന്നു. എനിക്ക് തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ഈ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അദ്ദേഹം മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മത്സരശേഷം നേതാക്കൾ വന്നു കഴിയുമ്പോൾ കേന്ദ്ര നേതൃത്വം ഒരു സൊല്യൂഷനായി KC മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ AICCയുടെ ഒരു രീതിയുണ്ട്. AICCയുടെ രീതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല AICC ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് AICC ജനറൽ സെക്രട്ടറിയെ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ അതിൽ മികവാർന്ന രീതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ കാര്യം AICCക്ക് ഇപ്പോൾ കേരളത്തിലെ മറ്റേത് നേതാക്കളെക്കാളും അടുത്തറിയാവുന്ന, അതായത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവർക്ക് ഡൽഹിയിൽ അടുത്തറിയാവുന്നൊരു നേതാവ് ഈ പറയുന്ന രീതിയിൽ KC വേണുഗോപാലാണ്. അപ്പോൾ അവർക്ക് ആക്സസ് ഉണ്ടാകുന്നത് കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വെക്കുകയാണെങ്കിൽ ഒരു തുടർ ഭരണത്തിന് AICCയുടെ നിർദ്ദേശം കൊടുക്കാൻ ഏറ്റവും പറ്റിയ രീതിയിൽ പോകുന്ന ഒരാളായിരിക്കും KC വേണുഗോപാൽ എന്ന് അവർക്കൊരു ധാരണയുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ ഇവിടെ കേരളത്തിലെ നേതാക്കൾക്ക് അറിയാം. ഇപ്പോൾ VD സതീശനായാലും ഇപ്പോൾ അല്പം മുമ്പ് മേഘ പറഞ്ഞ പോലെ CPMകാർ പറയും ഇവർ തമ്മിലടിക്കുകയാണ്. 10 വർഷം ഭരണത്തിലില്ലാതിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിലില്ല എന്നുള്ളത് കോൺഗ്രസിനെ പോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യമാണ്, ലീഗിനും ആവശ്യമാണ്. അപ്പോൾ
നമ്മളിവിടെ പറയുന്നത് ഒരു കാര്യം, വി ഡി സതീശൻ ഒരു നല്ല നേതാവാണ്. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് പദവി ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്തു, ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന അച്ചടക്കം ബഹുമാനപ്പെട്ട വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കി. ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വതും കാണിച്ചു കൂട്ടിയ ഒരു പാർട്ടിയായിരുന്നു. തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെച്ച് ബാക്കി ശത്രുപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വെറുതെ കോമാളികളായി കൊടുത്തിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടായി. പിന്നെ നമ്മൾ കെ സുധാകരനെ പറയേണ്ടി വരും. കെ സുധാകരൻ എന്ന നേതാവ്, അദ്ദേഹം ഒരു ജെം ഓഫ് എ പേഴ്സൺ, പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു നേതാവ് ഒക്കെ ഇവരുടെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഈ രീതിയിൽ കെ.സി. വേണുഗോപാൽ കേരളത്തെ നിയന്ത്രിക്കാനുള്ളപ്പോൾ അവർക്ക് ഏറ്റവും ആക്സസ് കാര്യങ്ങൾ പറയാൻ, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കായാലും നമ്മൾ കാണുന്നു ലോകസഭയിലെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പോരാടുന്ന ഒരു MP ആണ് കെ.സി. അതിനൊപ്പം നിന്ന് അദ്ദേഹം ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കെ.സി. അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും മനസ്സുകൊണ്ട് ജയിക്കട്ടെ, ജയിച്ചു കഴിഞ്ഞിട്ട് ഈ അശോക് ഗെഹ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ മന്ത്രിയായ കഥ അറിയാമല്ലോ, കർണാടകത്തിൽ ആയി മന്ത്രി സിദ്ധരാമയ്യ ആയതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിൽ കേന്ദ്രം തീരുമാനിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഒരു അസസ്മെന്റിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ജയത്തിന് ശേഷം ജയം ആയിരുന്നു ഇവരെല്ലാം ആരൊക്കെ ആകണമെന്ന് പറയുന്നു, കേന്ദ്രം പറയുന്നു കെ.സി. മുഖ്യമന്ത്രി ആകട്ടെ. കെ.സി. മുഖ്യമന്ത്രി ആയ ശേഷം 6 മാസത്തിനകം ആലപ്പുഴയിലെ ജനങ്ങൾ അദ്ദേഹത്തെ പാട്ടും പാടി ജയിപ്പിക്കും. UDF-ലെ ഏതൊരു നേതാവിനെ എടുത്ത് നോക്കിയാലും അവരുടെ കിരീടത്തിലെ പൊൻതൂവൽ എന്ന് പറയുന്നത് CPM പ്രവർത്തകരുടെ ചെരുപ്പേറുകളാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും പല കാര്യങ്ങളിലും ഈ പറഞ്ഞ UDF നേതാക്കളെയെല്ലാം, കോൺഗ്രസ് നേതാക്കളെയെല്ലാം വലിച്ചിഴയ്ക്കുന്ന ഒരു പ്രവണത CPM പ്രവർത്തകർക്കുണ്ട്. ആ കാര്യം പറയുകയാണെങ്കിൽ വി ഡി സതീശനായാലും നമ്മുടെ കെ.സി. വേണുഗോപാലായാലും കെ സുധാകരൻ സാർ ആയാൽ പോലും ഇവരെല്ലാം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയും അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, മാങ്ങ ഉള്ള മാവിലെ കല്ലെറിയുള്ളൂ, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ കാമ്പുണ്ട് എന്നറിയുന്ന, അല്ലെങ്കിൽ വിജയസാധ്യതയുണ്ട്, അല്ലെങ്കിൽ കേരളം ഏറ്റെടുക്കുന്ന നേതാക്കളാണ് എന്ന് അറിയുന്നവരെ മാത്രമാണ് അവർ ഇത്തരത്തിൽ ആക്രമിക്കുക പതിവുള്ളൂ. ആ കാര്യം പറയുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ നമ്മുടെ ജനമനസ്സുകളിൽ ഉള്ള ആൾക്കാരാണെന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും.